ആമസോണിൻ്റെ CEO ആയിട്ടുള്ള ജെഫ് ബെസോസ് മുതൽ അംബാനി വരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സീക്രട്ട് ഉണ്ട് ബിസിനസ്സിൽ. അവർ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു, അങ്ങനെ പല വിധത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ അതൊക്കെ തികച്ചും തെറ്റാണ്. ഇൻ്റലിജൻസ് ആയിരുന്നു അവർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്തോ വലിയൊരു സംഭവം അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ശരിക്കും ഇൻ്റലിജൻസ് എന്ന് നമ്മൾ മനസ്സിലായാലേ അവരുടെ വിജയത്തിൻ്റെ സീക്രട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. മറ്റ് പലരും കാണുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊരു വസ്തുവിനെയും എന്തൊരു കാര്യത്തെക്കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ കാണാൻ കഴിയുക എന്നുള്ള ഒരു ചിന്താഗതി മാത്രം മതി. അതാണ് അവരൊക്കെ മാറ്റിമറിക്കാനുണ്ടായ ആദ്യ സ്റ്റെപ്സ്. മറ്റുള്ളവർ കാണാത്തത് അവർ കണ്ടു എന്നുള്ളതാണ് അവരെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അത് അവർ എങ്ങനെയാണ് ഇത് ചെയ്തത്? സിസ്റ്റം തിങ്കിങ് എന്നാണ് ശരിക്കും അതിന് പറയാം. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്താണ് സിസ്റ്റം തിങ്കിങ് എന്ന്? അതായത് ഒരു സാധാരണ തലച്ചോറുള്ള സാധാരണമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിൻ്റെ ചിന്താഗതിനെ ഒരു തന്ത്രപരമായ ചിന്താഗതിയാക്കി മാറ്റലാണ് യഥാർത്ഥത്തിൽ സിസ്റ്റം തിങ്കിങ്. ഇന്നത്തെ പുതിയ ഓൺട്രപ്രണേഴ്സൊക്കെ ഒരുപാട് പണം ചെലവഴിച്ചാണ് ഇതിനൊക്കെ പരിഹാരം കാണാറ്. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾ പരിഹാരമാണ് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അവർ അസാധാരണമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന്. ഒരിക്കലും അല്ല. അവർ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവരെ സിസ്റ്റത്തെ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അവരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന്, സീയിങ് ഹിഡൻ പാറ്റേൺസ്, പ്രെഡിക്റ്റിംഗ് ഔട്ട്കം, ഇൻഫ്ലുവൻസിങ് റിയാലിറ്റി. എന്തുകൊണ്ടാണ് ആമസോണിൻ്റെ ബെസോസ് എല്ലാവരെയും തോൽപ്പിച്ചത്? എങ്ങനെ ഓൺലൈനിൽ പുസ്തകം വിൽക്കാം എന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബെസോസ് പിന്നെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു അറിയോ? എന്തും എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് മാത്രമായിരുന്നു. സിസ്റ്റം തിങ്കിങ്ങിന് മുൻപ് എന്ത് ചെയ്യണം, ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം.